ഈ മനുഷ്യ ചങ്ങല എന്തിനാണെന്നറിയാം? മനുഷ്യ ചങ്ങല എന്തിനാണെന്ന് അറിയില്ല. എനിക്കറിയില്ല. ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടിനെതിരായിട്ടാണ്. എന്താണ് ഏത് നയങ്ങൾക്കെതിരായിട്ടാണ്? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. എല്ലാ നയങ്ങൾക്ക് വിലക്കയറ്റം, പിന്നെ നമ്മളെ പിന്നെ കേരളത്തോട് കാട്ടുന്ന അവഗണന, അങ്ങനെയെല്ലാം ആയിട്ട് കുറെ കാര്യങ്ങളിൽ എല്ലാവർക്കും കേട്ട് പഠിക്കടാ. ബാക്കി പറ. എന്താണ് ചേച്ചി? ചേച്ചി എന്താണ് ചേച്ചി? ഒന്നും പറയാനില്ല. എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. മനുഷ്യ ചങ്ങല എന്തിനാണ് ചേച്ചി? മനുഷ്യ ചങ്ങല എന്തിനാണ് ചേച്ചി? കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട്. എന്തായി കേന്ദ്ര ഗവൺമെന്റ് ആനുകൂല്യമൊന്നും കിട്ടുന്നില്ല കേരളത്തിൽ. എനിക്ക് പറയാനുള്ളത് കക്കാൻ മാത്രമല്ല നിക്കാനും പഠിച്ചവനാ നീ. എന്താണ് ഈ ഒരു ലക്ഷ്യം? എന്താണ് ചേച്ചി? ഏത് നയങ്ങൾക്കെതിരെയാണ് ശക്തമായി പ്രതിഷേധിക്കാൻ തോന്നുന്നത്? അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. നയങ്ങൾക്കെതിരെയാണ്. മനുഷ്യ ചങ്ങലയാണല്ലോ. ഏത് നയങ്ങൾക്കെതിരെ പ്രതിഷേധമാണ് ഉയർത്താൻ ആഗ്രഹിക്കുന്നത്? കേരളത്തോടുള്ള അവഗണന. രാവിലെ എഴുന്നേറ്റാലുടൻ എനിക്കൊരു ബെഡ് കോഫി ആരണമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അറിഞ്ഞൂടല്ലോ. ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏത് അവഗണനയാണെന്ന് പറയാൻ പറ്റുമോ? മനസ്സിലാക്കിയെടുത്തേക്ക്. ഏതാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധമുള്ള കേന്ദ്രത്തിനോട്? ഏത് വിഷയത്തോടാണ്? അങ്ങനെ പറഞ്ഞാൽ ഇപ്പം എല്ലാ ഇനും കേന്ദ്രം നമ്മളെ അവഗണിക്കുന്നത് തന്നെ കേരളത്തിന്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. റെയിൽവേയോടായാലും ഏത് നോക്കിയാലും അവഗണന തന്നെ. അതിനെതിരെ പ്രതിഷേധിക്കുന്നത്. മോൾക്ക് എന്ത് പറയാണ്? ഈ യുവത്വങ്ങളാണ് പ്രതികരിക്കേണ്ടത്. ഏത് രീതിയിലാണ് പ്രതിഷേധം? അതൊന്നും എനിക്കറിയാൻ മേല. എല്ലാ തരത്തിലും പ്രതിഷേധം. അല്ല, കേന്ദ്രത്തിലെ ഏത് നയങ്ങളാണ് എടുത്തു പറയാൻ പറ്റുന്ന ഒരു നയം? അങ്ങനിപ്പോ പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് റെയിൽവേ. ഓക്കെ. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനാ? ചേച്ചി, ഏത് നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധിക്കാൻ തോന്നുന്നത്? എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. ശക്തമായ പ്രതിഷേധം. റെയിൽവേ.